നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 23 ശ്ലോകം 13, 14, 15, 16, 17, 18 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഗോപന്മാര് ഭഗവാനോട് ചെന്ന് പറഞ്ഞു. അവര് ഒന്നും മിണ്ടിയില്ല. ആ ബ്രാഹ്മണര് ഞങ്ങൾക്ക് തരാന്നും പറഞ്ഞില്ല, തരില്ല എന്നും പറഞ്ഞില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങള് ആ അവരുടെ പത്നിമാരോട് പോയിട്ട് ചോദിക്കൂ. അവരെന്തായാലും തരാതിരിക്കില്ല. എന്താന്ന് വെച്ചാൽ അവരോട് എനിക്ക് ഭക്ഷണം വേണം തന്നെ പറയണ്ട, രാമകൃഷ്ണന്മാര് വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഭഗവാൻ പറയണത്. എന്താന്ന് വെച്ചാൽ അവർക്ക് എന്നില് ഇത്ര ഭക്തിയുണ്ട്. അവരുടെ മനസ്സ് എപ്പോഴും എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ എന്നിലാണ്. അതുകൊണ്ട് അവരോട് ചോദിച്ചോളൂ, അവര് തരാതിരിക്കില്ല എന്ന് ഗോപന്മാരോട് പറഞ്ഞു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. തദുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വര വ്യാജഹാര പുനർഗോപാൻ ദർശയൻ ലൗകികീം ഗതിം. കുട്ടികള് പറഞ്ഞത് കേട്ട് ബലരാമന് ഭയങ്കര ദേഷ്യം വന്നു. ആഹാ, ആ ബ്രാഹ്മണര് ആർക്ക് വേണ്ടിയിട്ടാ ഈ യാഗം ചെയ്യണത്? എന്നിട്ട് അവര് നിങ്ങളോടൊന്നും മിണ്ടിയില്ലെന്നോ രാമകൃഷ്ണന്മാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും. ദേഷ്യം വന്നിട്ട് അവിടെ ആ യാഗശാലയിലേക്ക് പോവാനായിട്ടാണ് തീരുമാനിച്ചായിരുന്നു. ഭഗവാൻ ചിരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ദേഷ്യമൊന്നും വന്നില്ല, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗോപന്മാരെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു, ലോകത്തിലെ യാചിക്കാൻ ഒരുങ്ങിയവന് അപമാനം സിദ്ധിക്കണത് സാധാരണയാ. അതുകൊണ്ടൊന്നും യാചകൻ അധൈര്യപ്പെടരുത്. കാര്യം സാധിക്കുന്നത് വരെ യാചിക്കന്നെ. പുരുഷന്മാരോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സ്ത്രീകളോട് ചോദിച്ചോളൂ, അവരെന്തായാലും തരാതിരിക്കില്ല. അങ്ങനെ ആലോചിക്കണം. പുരുഷന്മാര് കിട്ടിയില്ല, അവര് ചോദിച്ചപ്പോ കിട്ടിയില്ല എന്നാൽ സ്ത്രീകളോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ഒരു ധൈര്യം. പിന്മാറല്ല വേണ്ടത് എന്ന് പറയാ ആ കുട്ടികളോട്. സകല ഐശ്വര്യങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ഭഗവാൻ യാചിച്ചത് തന്നെ യാചകരുടെ സ്ഥിതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് യാചിക്കാൻ പറഞ്ഞത് ഭഗവാൻ. അതുകൊണ്ട് അപ്പൊ പിന്നെ ദീക്ഷിതന്മാരെ അപമാനിച്ചെന്ന് അറിഞ്ഞപ്പോ ഭഗവാൻ ഒരു പുഞ്ചിരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ എന്തുകൊണ്ടാണ് ക്ഷമിച്ചത്? ലോകത്തെ അനുഗ്രഹിക്കാൻ ശക്തന്മാരായിരിക്കുന്നവർക്ക് ക്ഷമ തന്നെയാണ് ഭൂഷണം. എന്ത് വന്നാലും ക്ഷമിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാള് ഇപ്പൊ അപമാനിച്ചാലും എന്നാ ബഹുമാനിച്ചാലും മറ്റൊരാള് നിന്ദിച്ചാലും ഒക്കെ അതതിന്റെ ഫലങ്ങള് അതത് പ്രവൃത്തി ചെയ്യണവർക്ക് മാത്രം. അപ്പൊ അതുകൊണ്ട് ഒരാള് നിന്ദിച്ചു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വിഷമിക്കുകയെ അത് ബഹുമാനിച്ചു എന്ന് വിചാരിച്ച് അങ്ങോട്ട് സന്തോഷിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. ഒരാളങ്ങോട്ട് ബഹുമാനിക്കുമ്പോഴേക്കും അതിലങ്ങോട്ട് മുഴുകി തലക്കനം വരിക, നിന്ദിക്കുമ്പോ അതിലേറെ വിഷമായിട്ട് അങ്ങനെ 3 ദിവസം ഉറങ്ങാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് ചിത്തജയം ഇല്ലാത്തതിന്റെ ലക്ഷണം മാത്രമാണെന്ന് പറയാണ് ഭഗവാൻ. ഇത് മനസ്സിലാക്കുന്നവർക്ക് നിന്ദയായാലും സ്തുതിയായാലും ഒരുപോലെ കരുതും. അപ്പൊ എന്താ, മനസ്സിനൊരു വിഷമമൊന്നുമില്ല. അവരങ്ങനെ പറഞ്ഞോട്ടെ, നമുക്ക് ഇപ്പൊ എന്താ, രണ്ടും സ്വീകരിച്ചോളാം, മിണ്ടാതിരുന്നോളാം എന്ന്. അതാണ് വേണ്ടത് എന്നതാണ് എല്ലാവരും പഠിപ്പിക്കുകയാണ് ഭഗവാൻ. അതെ, ഭഗവാന്റെ പ്രവൃത്തി കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, മാം ജ്ഞാപയത പത്നീഭ്യ സസംകർഷണം ആഗതം ദാസ്യന്തി കാമമന്നം വാ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിപ്രന്മാരുടെ ഭാര്യമാരുടെ അടുത്ത് നിന്ന് ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരോട് വിശപ്പുണ്ടെന്നോ അത് അന്നം തരണമെന്നോ ഒന്നും പറയണ്ടാട്ടോ. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രം അവരെ അറിയിച്ചാൽ മതി. അപ്പൊ തന്നെ അവര് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം അന്നം തരും. എനിക്ക് ഉറപ്പാണ്. ഭർത്താക്കന്മാരുടെ സമ്മതം കൂടാതെ എങ്ങനെയാ അവര് തരണത് എന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. യാഗത്തിന് ഉള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അവരാണ്. അവരുടെ ജീവനെ ദേഹത്തിൽ വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ മനസ്സ്, അവരുടെ ചിത്തം എപ്പോഴും എന്നിലാണ് എന്ന് ഭഗവാൻ പറയണു. അവരെ കുറിച്ച്, എന്നെ കുറിച്ച് അത്ര സ്നേഹം അവർക്കുണ്ട്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവര്, എന്നെ ആദരിക്കുന്നതിൽ മറ്റാരെങ്കിലും വിരോധിക്കുന്നോ അവര് തടഞ്ഞാൽ അതിനൊന്നും വകവയ്ക്കില്ല. അവര് തീർച്ചയായിട്ടും എനിക്ക് ഭക്ഷണം കൊണ്ടുതരും. നിങ്ങൾ അതിട്ട് സംശയിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അറിവുള്ളവരെന്നിങ്ങനെ നടിച്ചിരിക്കണ്ടല്ലോ ആ ബ്രാഹ്മണര്,
അവരെ പോലെ അല്ല അവരുടെ പത്നികൾ. അവര് എന്നില് ഭക്തിയുള്ളത് ഭക്തിയുള്ളവരായതുകൊണ്ട് എന്റെ നാമം മാത്രം കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും തന്നെ അവര് നിങ്ങളെ എത്രണ്ടും അവരെ ആദരിക്കുന്നു, നിങ്ങൾ കണ്ടു നോക്കൂ, അവിടെ ചെന്ന് പറഞ്ഞു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയാൻ ഭഗവാൻ. അപ്പൊ വേഗം സന്തോഷായി ഗോപന്മാര് വീണ്ടും ചെന്നു ഭഗ്നിശാലയിൽ ചെന്നിട്ട് പറയണം അവരോട്, ഗത്വാഥ പത്നീശാലായാം ദൃഷ്ട്വാസീനാ സ്വലംകൃതാ നത്വാ ദ്വിജസതീർഗോപാ പ്രശ്രിത ഇതമബ്രുവൻ. ഭഗവാന്റെ വാക്ക് കേട്ട ഉടനെ ആ ഗോപന്മാര് ആ വിപ്രപത്നികളിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരിങ്ങനെ നല്ല പൂമാലയൊക്കെ ചൂടി സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ. അങ്ങനെയുള്ള ആ പതിവ്രത വളരെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് നല്ല രസമായിട്ട് ഇരിക്കണം. അപ്പൊ നല്ല അവസരത്തിനാണ് ഞങ്ങൾ വന്നത് അവിടെ ചെന്ന്. എന്തായാലും സമയം നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതായിട്ട് സുഖമായിട്ട് ഇരിക്കുമ്പോഴല്ലേ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. അവരെന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുകയാണ്, അവിടെ ഇല്ല, ചെന്നപ്പോ കണ്ടില്ല, അടുക്കളയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചോദിച്ചാൽ കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പോഴത്തെ അവരുടെ ആ ഒരു മാനസിക സ്ഥിതി അനുസരിച്ചിട്ടല്ലേ. ഇനിയിപ്പോ ഇതും അതുപോലെ ആവുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു അവര്. അപ്പോഴാണ് അവർക്കതറിയാം ആരോട് സംഭാഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവര് അന്യകാര്യങ്ങളിലൊന്നും മനസ്സ് വെച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണതാണെങ്കിൽ അവർക്ക് അപ്പൊ അവരുടെ മനസ്സ് അതിൽ നിൽക്കില്ല. അപ്പൊ ഇപ്പൊ അവരെങ്ങനെയാ നിൽക്കണത്? സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ആ നല്ല വേഷം, നല്ല സദാചാരശീലം ഉള്ളവരാണെന്നൊക്കെ അവര് കണ്ടപ്പോ തന്നെ ഇവർക്ക് മനസ്സിലായി. പൂമാലയൊക്കെ ചൂടി അങ്ങനെ ഇരിക്കണതേ നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കണത്. അങ്ങനെ പണികളൊക്കെ തീർത്ത് അവര് വിശ്രമമായിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി എന്തായാലും ഇവരോട് ചോദിച്ചൊക്കെ കിട്ടുന്നുള്ളത്. ഇവരെ കണ്ടപ്പോ തന്നെ ഗോപന്മാർക്ക് അവരിൽ വളരെ ബഹുമാനം തോന്നി. അവരെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമോ വോ വിപ്രപത്നീഭ്യോ നിബോധതവചാംസിന ഇതോ വിദൂരേ ചരതാ കൃഷ്ണേനേഹേഷിതാ വയം. ആ ഗോപന്മാര് ആ വിപ്രപത്നികളുടെ ശ്രദ്ധ അവര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധ തങ്ങളുടെ നേർക്ക് ആകർഷിക്കാനായിട്ട് പറഞ്ഞു, ഹേ വിപ്രപത്നികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞങ്ങൾ പറയണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇവിടുന്ന് അധികം ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ സഞ്ചരിക്കുന്നുണ്ട് കാട്ടില്. അദ്ദേഹം ഞങ്ങളെ നിങ്ങളുടെ സമീപത്തേക്ക് അയച്ചതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്കറിയാലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എന്നങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ അവര് വരുന്നു ഭഗവാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെയും പറയണു, ഗാശ്ചാരയൻ സഗോപാലൈ സരാമോ ദൂരമാഗത ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം. ശ്രീകൃഷ്ണ ഭഗവാനെ ബലരാമനോടും മറ്റു ഗോപന്മാരോടും ഒരുമിച്ചിട്ട് പശുക്കളെ മേച്ചോണ്ട് ഈ കാട്ടില് വന്നു. അവർക്ക് കുറെ നേരമായിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഭഗവാനും രാമകൃഷ്ണന്മാർക്ക്. കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും ഞങ്ങൾക്കും വേണ്ട അത്ര ഭക്ഷണം വേണ്ട വിഭവങ്ങളോടുകൂടി നിങ്ങൾ തരണം. അവരോട് ഭക്ഷണം യാചിക്കണ്ട, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞതല്ലേ. പക്ഷെ ഇവരത് പറഞ്ഞു. വിപ്രപത്നിമാരോട് അവര് ഭക്ഷണം ചോദിച്ചു. എന്താ കാരണം? വിപ്രപത്നിമാരെ കണ്ടപ്പോ തന്നെ ഇവരോട് ചോദിച്ചാൽ അതിന്റെ കാര്യം നടക്കുന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവര് അങ്ങനെ പറഞ്ഞു, ഭക്തിയുക്തകളായ ഈ സ്ത്രീകള് ഭക്ഷണം ഞങ്ങൾക്ക് തരും എന്നുള്ള ആ വിശ്വാസം കൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ രാമകൃഷ്ണന്മാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തരണം കേട്ടോ. വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് അവര് പറഞ്ഞത്. ഇവരെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അന്ധകരണ ശുദ്ധിയുള്ളവരാണ്, അവര് തരും എന്ന്. അവരാണെങ്കിലോ ഇതങ്ങോട്ട് കേട്ടില്ലേ, രാമകൃഷ്ണന്മാര് വന്നിട്ടുണ്ട്. ശ്രുത്വാ അച്യുതമുപായാതം നിത്യം ദർശനോത്സുകാ തൽകഥാക്ഷിപ്ത മനസ്സോ ബഭൂവു ജാത സംഭ്രമാ. അവരാണെങ്കിലോ ആ പലരും കീർത്തിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ട് ഭഗവാന്റെ ആ രൂപം അവരുടെ മനസ്സിൽ എന്നെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ ഈ കൃഷ്ണനെ എന്നിങ്ങനെ എല്ലാ ദിവസവും അത് തന്നെ വിചാരിച്ചുകൊണ്ട് കഴിയണവരാ. ഇപ്പോഴതാ ശ്രീകൃഷ്ണ ഭഗവാൻ സമീപത്തിൽ വന്നിരിക്കണമെന്ന് അങ്ങോട്ട് വിശന്ന് വലഞ്ഞിരിക്കണു. ഞങ്ങളോട് വന്നിട്ട് ആഹാരം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ മഹാപുരുഷന് അങ്ങനെയുള്ള ഭഗവാനെ ഉപചരിക്കാനായി ഭക്ഷണം കൊണ്ടാനുള്ള ആ ബദ്ധപ്പാട് നിമിത്തം അവർക്ക് ഭയങ്കര പരിഭ്രമം കൊണ്ട് അവരെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാതെ അവരിങ്ങനെ എന്നും ആ കാട്ടാള സ്ത്രീകളാണ് അവിടെ വിറക്
കൊണ്ടു കൊടുക്കാനും ഒക്കെ. കാട്ടിന്ന് വിറക് പെറുക്കി കൊണ്ടു കൊടുക്കണത് ഈ വിപ്രപത്നിമാർക്ക്, കാട്ടാള സ്ത്രീകള്. അപ്പൊ അവര് പറയും, അതേ തമ്പുരാട്ടിമാരെ, 2 സുന്ദരക്കുട്ടന്മാര് വന്നിട്ടുണ്ട് ഇപ്പൊ കാട്ടില്. എന്തൊരു ഭംഗിയാ കാണാൻ. ഞങ്ങൾക്കിങ്ങനെ നോക്കി നിക്കാൻ തോന്നുന്നു. 2 തമ്പുരാക്കന്മാര് തലയില് മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ച്, സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങണൊക്കെ. 2 തമ്പുരാക്കന്മാര്, നോക്കി നിക്കാൻ തോന്നുന്നു ഞങ്ങൾ. എന്താ ഒരു സൗന്ദര്യം. എന്നിട്ടേ അതില് ഒരു തമ്പുരാനുണ്ടല്ലോ, ആ കുഞ്ഞു തമ്പുരാന് ഭഗവാനെ പോലെയാ. കാല് പിണച്ചു വെച്ചിട്ട് ഇങ്ങനെ ഓടക്കുഴലും ഊതും. ഞങ്ങൾ അത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങക്ക് വിറക് പെറുക്കാനോ തേനെടുക്കാനോ ഒന്നും തോന്നില്ല. ഞങ്ങൾ അത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ അടുത്തൊന്നും പോവില്ല കേട്ടോ. ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. ഇവര് പറയാ, മനസ്സിലായി അവർക്ക്. അതേ, ആരാന്നറിയോ? ആ രാമനും കൃഷ്ണനും അവര് ഈശ്വരന്മാരാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടല്ലോ അവരെ കാണാൻ. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് പണി കഴിഞ്ഞിട്ടൊന്ന് പോവാൻ പറ്റണ്ടേ എന്നൊക്കെ അവര് വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് ഭക്ഷണം ചോദിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അവര് നിൽക്കോ? അവരെ എടുത്തു എല്ലാം 4 കൂട്ടം കറികളുള്ള സദ്യയാണ് ആ യാഗത്തിന് ഉണ്ടാക്കുക. ഓരോരുത്തരും ഓരോ പാത്രം എടുത്തിട്ട് അങ്ങോട്ട് ഓടുകയാണ്. ഇവര് ചോദിക്കണ്ട, ബ്രാഹ്മണര്, എവിടൊക്കെയായി പോണേ, ഇതൊക്കെ കൊണ്ട് എങ്ങടാ പോണേന്ന് പറഞ്ഞു. അവരതൊന്നും കേൾക്കണ പോലുമില്ല. ഓടുകയാണ് എടുത്തുകൊണ്ട്. ഇങ്ങനെ ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഭഗവാൻ ഭക്ഷണം ചോദിക്കുന്നുള്ള ഭഗവാന്റെ ആ കാരുണ്യത്തിന്റെ അതിശയം ആലോചിച്ചുകൊണ്ട് അവര് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വളരെ ബന്ധപ്പെട്ട് അങ്ങനെ ഓടുകയാണ്. ഭക്തന്മാരോട് ഭഗവാൻ ചോദിച്ചു വാങ്ങും. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. അങ്ങനെ ഭഗവാനെ ഉപചരിക്കാൻ ഭാഗ്യം എപ്പോൾ സിദ്ധിക്കും എന്ന അത്യാഗ്രഹത്തോടു കൂടി ഭക്തന്മാരും ഇരിക്കും. എപ്പോഴാണ് നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും? ഏ ഭജന്തി തു മാം ഭക്തിയ മയി തേ തേഷു ചാപ്യഹം. എന്നെ ഭജിക്കുന്നവരിൽ ഞാനും അവർ എന്നിലും ഇരിക്കുന്നു എന്ന ഭഗവാന്റെ ഉപാധിഭേദമല്ലാതെ ഉപഹിത ഭേദമില്ല. അവ്യാജ ഭജനം സാരൂപ്യമുക്തി. എന്നെ ഭജിക്കുന്നവരിൽ ഞാനും ഇരിക്കണം, അവര് എന്നിലും ഇരിക്കണം എന്ന ഭാവമാണ് ഭഗവാൻ. അത്രയും കാരുണ്യവാരിധ്യ. അവരിതാ ചതുർവിധത്തിലുള്ള അന്നം എടുത്തുകൊണ്ട് ഓരോരുത്തരും ഭഗവാന്റെ സമീപത്തിലേക്ക് എത്തണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.